ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ പുതിയൊരു ട്രിപ്പ് വ്ളോഗായിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സാറ്റർഡേ ആണ്. രാവിലെ തന്നെ ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് റെഡിയായിട്ട്. അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വ്ളോഗ് ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ 6:30ക്ക് ഇറങ്ങി നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു ട്രാം പിടിക്കാനാണ്. വീട്ടിൽ നിന്ന് ഒരു 6:30ക്ക് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളൊരു 5 മിനിറ്റ്സും കൊണ്ട് നമ്മുടെ ഈ ട്രെയിൻ പിടിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് വന്നു. അവിടെ ഒരു 6 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും ട്രാം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നമ്മൾ കുറച്ച് വൈകിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത ട്രെയിൻ പിടിക്കേണ്ടത് ചിലപ്പോൾ മിസ്സായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു ട്രാം വരുന്നുണ്ടോ എന്നൊക്കെ. കാർത്തികേയന് നല്ല ഉറക്കം വരുന്നുണ്ട്. ആൾ അങ്ങനെ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല 2 ദിവസമായിട്ട്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ട്രാം പിടിച്ച് ഒരു 5ാമത്തെ സ്റ്റോപ്പായിരുന്നു പോസ്റ്റ്ഡാമർ പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നമുക്കൊരു 6 പിടിക്കണം. 6 പിടിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഒരു 1.5 മണിക്കൂർ നമ്മൾ എടുക്കണം. എന്നിട്ട് വേറെ ഫാൽക്കൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും 6 പിടിച്ച് അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അല്ലാണ്ട് നമുക്ക് പോകാം കേട്ടോ. IC കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ 2 hours എടുക്കുകയുള്ളൂ. കാരണം IC പോവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ട്രാവൽ എക്സ്പെൻസ് എക്സ്ട്രാ ആവും. അതുകൊണ്ടാണ് IC പോകാത്തത്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ 49 യൂറോൻ്റെ ടിക്കറ്റ് ഉണ്ട്. അത് നമുക്ക് ഫുൾ ജർമ്മനി അത് മതിയാവും ഒരു മാസത്തേക്ക്. അപ്പോൾ അതാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് ട്രാവലിനൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പോകാം എന്ന് വിചാരിച്ചു. 5 മണിക്കൂർ എടുക്കും കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോ ട്രെയിനും മാറി കയറണം. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളവും കുറച്ച് സ്നാക്സൊക്കെ എടുത്തു. ഇവിടുത്തെ ജെംസ് പോലത്തെ ചോക്ലേറ്റ് കണ്ടപ്പോൾ അതെടുത്തു. അങ്ങനെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഫുൾ പാക്ക്ഡായിട്ടാണ് ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ട്രെയിൻ പോകുമ്പോൾ ഞങ്ങൾ സൈഡിലത്തെ ഓരോരോ സ്ഥലങ്ങളും കാര്യങ്ങളും ക്യാമറയിൽ ഷൂട്ട് ചെയ്യേണ്ടായിരുന്നു. കാരണം ബെർലിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വഴിയായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര ഫോറസ്റ്റും റെസിഡൻ്റ് ഏരിയയൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയ സ്ഥലം. കുറച്ചും കൂടിയും ഉള്ളിലേക്കുള്ളൊരു സ്ഥലമായിരുന്നു. ലൈക്ക് ബെർലിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിറ്റിയാണ്. കുറേ ബിൽഡിങ്സും കാര്യങ്ങളും ഭയങ്കര തിരക്കായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഫുൾ ഫോറസ്റ്റ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഫുൾ ഫോറസ്റ്റ്. ഇതുപോലെ നല്ല രസമായിരുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. പക്ഷെ കൂടുതലും ഞങ്ങൾ ഭയങ്കര ടയേർഡായതുകൊണ്ടും ഉറക്കം രാവിലത്തെ ശരിയാവാത്തതുകൊണ്ടും ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെയൊക്കെ സ്ഥലം എത്താൻ അങ്ങനെ പിന്നെ കുറേ ദൂരം എത്തിയപ്പോഴത്തേക്കും കാർത്തിക്ക് നല്ല ഉറക്കം വന്നിട്ട് കാർത്തിക് അവിടെ സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങിയായിരുന്നു. അപ്പോൾ പാവം എനിക്ക് തോന്നി. കാരണം കുറേ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമുണ്ട് ആൾക്ക്. എന്നെക്കാളും കുറവ് ഉറക്കമാണ് കിട്ടിയിട്ടുള്ളൂ. ഫ്രൈഡേ പിന്നെ രാവിലെ ജോലിക്ക് വന്നതിന് ശേഷം ഞങ്ങളൊരു പുറത്തേക്കൊന്ന് പോയായിരുന്നു. പിന്നെ ഷോപ്പിംഗ് കഴിഞ്ഞ്
ഹൈക്കിംഗ് മോഡ് ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ബസ്തായി, അത് എത്ര വർഷമായി ഇവിടെ ഉള്ളത് എന്നുള്ള വർഷവും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ആൾക്കാർ ട്രിപ്പിനായിട്ട് വന്നപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജാണ് ഇതിലെ ഫേമസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഞാൻ കുറേ ഫോട്ടോസിലും കാര്യങ്ങളും കണ്ടിട്ടുള്ള ഈ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. അത് ദൂരെ നിന്ന് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നേരത്തെ ആറി വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആ ആറി. ഞാൻ ഏറ്റവും സൂം ചെയ്തിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു ഇത് പോകുന്ന ഒരു കളിപ്പാട്ടൊക്കെ പോകുന്ന പോലെയൊക്കെ ആയിരുന്നു തോന്നിയിരുന്നത്. നല്ല ഭംഗിയാണ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ നടന്നത് അടുത്ത ഒരു വ്യൂ പോയിൻ്റ് കാണാനായിട്ട്. ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര താഴ്ചയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ഫോണൊക്കെ മുറുക്കി പിടിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. ഏകദേശം ഒരാൾക്ക് നടക്കാനുള്ള സ്പേസാണ് ഇതിലുണ്ടായിരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 2.5 യൂറോ കൊടുക്കണം ഒരാൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് എന്നാലാണ് പോകാൻ പറ്റുള്ളൂ. ഇതാണ് കേട്ടോ ഒരാൾക്ക് ഏകദേശം നടക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഉള്ളൂ. ഈ റോക്കിൻ്റെയൊക്കെ ഈ കല്ലിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടെയാണ് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഒരാൾക്കാർ മാറിയാലാണ് നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ അവരൊന്ന് മാറി തന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ നടക്കുകയായിരുന്നു. അങ്ങനെ ഓരോ ബോർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇവിടെ ജർമ്മനിൽ എഴുതിയതുകൊണ്ട് നമുക്കും അങ്ങനെ ഒന്നും മനസ്സിലായില്ല. ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് വന്നതാണ്. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ, അടുത്ത വ്യൂ പോയിൻ്റ് കണ്ടോ. ഇത്രയും താഴ്ചയുള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയാണ്. ഇവിടെ ആരെങ്കിലും ജർമ്മനിയിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം. നല്ല നൈസ് പ്ലേസാണ് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ ഇത്രയും ഫുൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റോക്സും, പിന്നെ ഇവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ മലകളുടെയും നെയിമും ഓരോ ഹില്ലിനും ഓരോ റോക്കിൻ്റെ മലയല്ല, ലൈക്ക് ഓരോ റോക്കിനും ഓരോരോ പേരാണ്. അപ്പോൾ അതാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതൊക്കെ നോക്കി ഓരോ ഇതിൻ്റെ പേരൊക്കെ നോക്കി ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഏറ്റവും പഴകിയൊരു സ്ഥലമാണ്. ലൈക്ക് കുറേ വർഷം പഴക്കമുള്ള ഓരോ പോട്ടും ഓരോ കല്ലുകളും ഓരോ സാധനങ്ങളൊക്കെ ഇവർ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഇതിനും ഓരോരോ പ്രത്യേകത കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ജർമ്മൻ അറിയാത്തതിൻ്റെ ഒരു വായിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതുണ്ട്. നിങ്ങളതൊക്കെ നോക്കിയിട്ട്